ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്നൊരു ഫെയറി ഹോമാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫെയറി ഹോം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് ആണല്ലേ ഓർമ്മ വരുന്നത്. കാരണം ഒരുപാട് കാർട്ടൂൺസിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കാതിരുന്നിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ അന്ന് നമുക്കറിയില്ലല്ലോ ഇതൊക്കെ ഗ്രാഫിക്സ് ആണെന്നുള്ളത്. നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഈ വീട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതന്നെ നമ്മൾ കാൻഡിൽ ഹോൾഡറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ വീട് തന്നെയാണ് ഈ വീട്. ഓൾറെഡി അത് കയ്യിലുണ്ടായതിനെ കൊണ്ട് ഞാൻ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ വീട് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ, അതൊന്ന് പോയി കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത വീട് ഇങ്ങനെ വൈറ്റ് കളറിൽ മാത്രം കാണുമ്പോൾ ഒരു ഭംഗിയില്ല. നമുക്ക് ഫെയറി ഹോം ആണല്ലോ വേണ്ടത്, അതുകൊണ്ട് കുറച്ച് തിളക്കം വേണം അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ടാട്ടോ നമ്മുടെ വീടിന് തിളക്കം കൊടുക്കുന്നത്. പിന്നെ പെയിന്റും ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ പേർപ്പിൾ കളർ പെയിന്റ് ചെയ്യാന്നാട്ടോ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഒരു മാച്ച് ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് പിങ്ക് കളർ യൂസ് ചെയ്യാന്ന് കരുതിയിട്ട് കളർ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ആകെ കൂടെ കൺഫ്യൂഷൻ ആയി, പിങ്ക് അടിക്കണോ പേർപ്പിൾ അടിക്കണോ. ലാസ്റ്റ് ഞാൻ പിങ്ക് അടിക്കാന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വീടിന് ഫുൾ പിങ്ക് ആട്ടോ അടിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ പുറം ഭാഗം മാത്രം ഭംഗിയാക്കി എടുത്താൽ ശരിയാവില്ലല്ലോ, അപ്പൊ അകം കൂടെ വൃത്തിയാക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അകത്ത് ഈ പിങ്കും ലാവൻഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ആട്ടോ അടിച്ചു വെക്കുന്നത്. പക്ഷെ അടിച്ചു വന്നപ്പോൾ എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് തോന്നി പുറത്ത് ആ ഷെയ്ഡ് തന്നെ അടിച്ചാൽ മതിയായിരുന്നു തോന്നി. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പുറത്ത് ഞാൻ വൈറ്റ് കളർ കൊണ്ട് ഡോട്ട് ഇടാന്നാട്ടോ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബീഡ്സ് ഒട്ടിച്ചേക്കാന്ന്. അങ്ങനെ ആദ്യം ഒട്ടിച്ച ബീഡ്സ് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭംഗി തോന്നില്ല. അങ്ങനെ അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് ബീഡ്സ് ആട്ടോ വെച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഫോം ബോർഡോ കാർഡ്ബോർഡോ എടുത്തിട്ട്, അതായത് സെന്ററിൽ വീട് വെച്ചിട്ട് ചുറ്റുഭാഗം സ്ഥലമുള്ള പോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കും. എനിക്ക് വൈറ്റ് കളറിൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഷെയ്ഡ് അടിച്ചു കൊടുക്കുന്നതാവും വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ വീടിന്റെ അകത്ത് അടിച്ചിട്ടുള്ള പെയിന്റ് ആണ്. അപ്പൊ എന്തായാലും ബാക്കി പെയിന്റ് വന്നതോടെ ബോർഡിനകത്ത് ഈ ഒരു കളറും കൂടെ പെയിന്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം കേട്ടോ ഈ കോട്ടൺ. കാരണം ഈ കോട്ടൺ ആണ് നമുക്ക് നമ്മുടെ ഫെയറി ഹോമിന് ആ ഫെയറി ലുക്ക് തരുന്നത്. അങ്ങനെ ഈ കോട്ടൺ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്ത് ബോൾ പോലെ ആക്കിയിട്ട് നമ്മളിത് മുഴുവനും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുഴുവനും അല്ല, സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സെന്ററിൽ നമ്മൾ വീട് വെക്കുമല്ലോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു റോൾ എടുക്കാം. ഇനി റോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമ്പായാലും മതി. ഞാൻ ആദ്യം രണ്ട് സൈഡിലായിട്ട് വെച്ചുകൊടുക്കാന്നാ വിചാരിച്ചത്. പക്ഷെ രണ്ട് സൈഡിൽ ഞാൻ വെച്ചുകൊടുത്തപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ 4 വശത്തായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ റോള് ഞാൻ കോട്ടൺ വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ പരിപാടികൾ മാത്രം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലാഡർ എന്തായാലും വേണം. അപ്പൊ ലാഡറിനായിട്ട് ഞാനിത് അവിടെ ഒരു 2 സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ വീട് പിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാഡറിന് ഒരു പിങ്ക് മയം കൊണ്ടുവരാൻ പിങ്ക് ത്രെഡ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫെയറി ഹോമിന് ഒരു ഫെയറി ലൈറ്റും കൂടെ വെച്ചു കൊടുത്താൽ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഫെയറി ഹോം? അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.